ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് പുറമേ ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു 5 ബ്രെഡോളം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം ബ്രെഡ് എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തേക്കുന്ന ഡേറ്റ്സാണ്. അതൊന്ന് അതിലെ കുരുവൊക്കെ ഒന്ന് മാറ്റി വേണം നമുക്കത് എടുക്കേണ്ടത്. ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കാഷ്യൂ ആണ് വേണ്ടത്. കാഷ്നട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇത് മൂന്നും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ഒന്ന് പിച്ചി ഒന്ന് അതിലിട്ട് കൊടുക്കാം. ആ ഒരു ഡേറ്റ്സിൻ്റെ ഒക്കെ ഒരു നനവിൽ തന്നെ ഈ ഒരു ബ്രെഡും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടും. വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക്. അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ട് ആ ഡേറ്റ്സിൻ്റെ ആ മധുരം തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല. നല്ല രീതിയിൽ അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാതെ തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്യാതെ തന്നെ ഈ രീതിയിൽ നമുക്ക് ഒരു ബോളാക്കി എടുത്തിട്ട് നമുക്കത് കഴിക്കാവുന്നതാണ്. അങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ബോളാക്കി എടുത്തിട്ടും നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അത് ബ്രെഡും കാഷ്നട്ടും നമ്മൾ പിന്നെ ഡേറ്റ്സുമാണ് ചേർത്തേക്കുന്നത്. ഇത് മൂന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബ്രെഡൊക്കെ കുക്ക് ചെയ്തിട്ടുള്ള കാര്യമില്ലേ, അതുകൊണ്ട് ഇത് ഇങ്ങനെ ആയാലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഈ സമയത്ത് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുഴഞ്ഞിരിക്കും. ഓയിലിട്ട് ഫ്രൈ ചെയ്യുന്നെങ്കിൽ മാത്രം നമ്മൾ മുട്ട ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിതിപ്പോൾ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ ഒരു എന്തുകൊണ്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ ഒക്കെ അളവ് പോലെ വേണം നമ്മൾ അതിലേക്ക് മുട്ടയും ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മുട്ടയൊക്കെ നല്ല രീതിയിൽ എല്ലായിടവും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചായയുടെ കൂടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാതെയും നമുക്ക് ഇത് കഴിക്കാവുന്നതുമാണ്. എല്ലാം നമ്മളൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് ബോളാക്കി എടുക്കേണ്ടത്. ഒട്ടും ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു ഡേറ്റ്സിൻ്റെ മധുരം തന്നെ ആയിരിക്കും ഇതിലുള്ളത്. എന്നിട്ട് ഞാൻ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ബോളാക്കി വെച്ചിരുന്നതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി സമയത്ത് കുക്കിംഗ് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും. പെട്ടെന്ന് തന്നെ ഒന്ന് എണ്ണയിലോട്ട് ഇടുമ്പം തന്നെ ഒന്ന് ഫ്രൈ ആയി വരും. ഇത് കണ്ട ആ ഒരു പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളിൽ. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുമാണിത്. അങ്ങനെ എല്ലാം ഞാൻ അതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് ആയാലും ഡേറ്റ്സ് ആയാലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അങ്ങനെ ഇവിടെ നമുക്കിത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാനിത് ഓയിലിൽ നിന്നൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്.
കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായാലും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇത്.